الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيم الصلاة واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ പരമദയാലുവായ ഈ അണ്ടകടാഹങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ദാസിമാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ ചൂടുള്ള സന്ദർഭത്തിലും നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഈ ഒഴിവുകാലത്ത് യാത്ര ചെയ്യുകയും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. കുടുംബത്തോടൊപ്പം നിൽക്കുന്ന സന്ദർഭത്തിലാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് ഓർമ്മ വരുന്ന ഒരു കുടുംബം ഇബ്രാഹിമി കുടുംബമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും. ആ കുടുംബം ഏറ്റവും നല്ല ഒരു ആദർശ നിഷ്ഠയുള്ള കുടുംബമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കുടുംബങ്ങൾക്ക് മുസ്ലിം പേരുകൾ നൽകുക എന്നതല്ല, അതായിരുന്നില്ല അവരുടെ ആ കുടുംബത്തിന്റെ പ്രത്യേകത. മറിച്ച് ആ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവനും ആദർശബോധമുള്ളവരാക്കി എന്നതാണ് ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം നമുക്ക് കാണാൻ കഴിയും. കേവലമായ ഒരു ആഗ്രഹം എന്നത് മാത്രമല്ല, ആ ആഗ്രഹത്തിന് വേണ്ടി, ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി അവർ നിർവഹിച്ച കാര്യങ്ങളും അത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറ ദീ സറഇൻ, ഈ വിഭവങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു താഴ്വരയിൽ നീ ഞങ്ങളെ താമസിപ്പിച്ചു, ഈ പരിശുദ്ധമായ ഗേഹത്തിന്റെ അടുത്ത്. പക്ഷെ എനിക്ക് റബ്ബെ ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തെ നീ ആക്കേണ്ടത് നമസ്കാരം നിലനിർത്തുന്ന കുടുംബമാക്കി മാറ്റണം. മാത്രമല്ല ഈ പ്രദേശത്ത് നീ അഭിവൃദ്ധി ഉണ്ടാക്കി തരണം. മാത്രമല്ല ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ മനസ്സിനെയും ഈ പ്രദേശത്തേക്ക് ഇണക്കണം. കാരണം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുന്നത് ഒരു രക്ഷിതാവിന്റെ കരുതലാണ്. ആ രക്ഷിതാവ് തന്റെ കുടുംബത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആ ഒരു കുടുംബത്തിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഭക്ഷണവും പാർപ്പിടവും അതുപോലെ അവരുടെ വിശ്വാസരംഗത്ത് ദൃഢതയും ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ഗൃഹനാഥന്റെ പ്രാർത്ഥനയാണ്. അവിടെ സമാധാനത്തോടുള്ള ജീവിതം അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആ കുടുംബത്തിലുള്ള ആളുകൾക്കുള്ള സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതുപോലെ അവർക്ക് വേണ്ട സുഭിക്ഷമായ ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുന്നു. ആരാധനയിൽ കണിശത പുലർത്തുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ മുസ്ലിം പേരുകളാണ് എല്ലാവരുടെയും. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം നമ്മൾ ആ കുടുംബത്തിലെ ആളുകൾ ആദർശ രംഗത്ത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗത്ത്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് നിർവഹിക്കുന്നിടത്ത് എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും ഒരു നിമിഷവും അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം അവർക്കില്ലായിരുന്നു. അവർക്ക് സമാധാനവും ഭക്ഷണവും നൽകിയ ആ റബ്ബിനോട് തന്നെയായിരുന്നു അവർ നിരന്തരം പ്രാർത്ഥിക്കുകയും ആ ഇബാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നിർഭയത്വവും സമാധാനവും ഭക്ഷണവും നൽകിയ ഈ നാട്, ഈ ഒരു ഗേഹം ഉണ്ടാക്കി തന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആ വാചകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ കുടുംബത്തിന്റെ ഒരു ആകത്തുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് കേവലമായ പേരുകളെ കൊണ്ട് മാത്രം നമ്മുടെ കുടുംബം ആദർശ കുടുംബമാകുകയില്ല. മറിച്ച് ആ കുടുംബത്തിലെ ഓരോ അംഗവും നമുക്ക് തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന റബ്ബിനെ ആത്മാർത്ഥമായി ഓർക്കുകയും ആ റബ്ബിനോട് പ്രാർത്ഥന നിർവഹിക്കുകയും ആ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ ഒന്നാമത്തെ കാര്യമായി എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കുടുംബത്തിനുണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ കുടുംബത്തെ ഓർക്കുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് ഹജ്ജിന്റെ വേള. ഹാജിമാര് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്തു നിന്ന് ഹാജിമാരെല്ലാവരും കഅബയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ചില ആളുകൾ യാത്രയിലാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ യാത്ര പുറപ്പെടാൻ നിൽക്കുകയാണ്. അവരൊക്കെ ചെയ്യാൻ പോകുന്നത് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും കാണിച്ച ഈ ആദർശ ബോധത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇത് അവതരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, റബ്ബേ നിനക്ക് ഒരു പങ്കുകാരുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക, എല്ലാ നിഅമത്തുകളും ഹംദും ഒക്കെ നിനക്കുള്ളതാണ്, നിനക്ക് ഒരു പങ്കുകാരുമില്ല എന്ന് അടിക്കടി ഉറപ്പിച്ചുറപ്പിച്ച് പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ലക്ഷോപലക്ഷം ഹാജിമാർ ആ കഅബയിലേക്ക്, ആ മക്കത്തേക്ക് ഇങ്ങനെ അടുക്കാൻ നിൽക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ ഒരു ആദർശ ബോധത്തിന്റെ പ്രാധാന്യവും
അത് നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്ന ബോധത്തിലേക്ക് നമ്മൾ ഓരോ വർഷവും ചിന്തിപ്പിക്കുകയാണ്. ഹാജിമാർ അങ്ങോട്ട് പോകുമ്പോ അവർക്ക് എല്ലാ നിലക്കുമുള്ള ബോധ്യം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പടച്ച തമ്പുരാനെ കുറിച്ചുള്ള അറിവാണ്. ആ റഫ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ മാത്രമേ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് തുണയാകാൻ ഉള്ളത് അല്ലാഹു മാത്രമാണ്. ആ അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുകയും അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുകയും വേണം. ഒരു രംഗത്തും പടച്ച തമ്പുരാനെ ഒഴിവാക്കിയുള്ള ഒരു സംസാരം ഉണ്ടാവരുത്. പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. ഈ ഒരു ബോധ്യം ആർക്കുണ്ടാക്കി കൊടുക്കണം? ഈ സന്ദർഭത്തിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. മക്കൾ ഒരിക്കലും ശിർക്കിൽ അകപ്പെടാനുള്ള ഒരു സാധ്യതയും ആ മക്കൾക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു കുടുംബം പിറവിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ പ്രവർത്തിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിലേക്ക് വന്നാൽ കാണാൻ കഴിയും, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യാതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഓക്കേ, ഇങ്ങനെ ആക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ? എന്തിനാ? ഇത് ഏത് സമയത്തും മാറി. നമ്മുടെ ഹൃദയം അല്ല, നമ്മുടെ മനസ്സ് ഈ ഒരു നിഷ്ഠയിൽ നിന്ന്, പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറിപ്പോകും. ഭൗതിക രംഗത്ത് ജീവിക്കുമ്പോ, ഭൗതികതയിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ കണ്ണെങ്ങാനും അതിലേക്കൊന്ന് പാഞ്ഞു പോയാൽ അതാണ് വലുത് എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എന്റെ മക്കള് അങ്ങനെ തന്നെ ആകണം. അതിന് ആ മക്കളുടെ മനസ്സിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല, വ്യതിചലിച്ചു പോകാൻ പാടില്ല. അതിനുവേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാനും ഞങ്ങൾ മാത്രമല്ല, എന്റെ മക്കളും വരാനിരിക്കുന്ന എന്റെ തലമുറയിലെ മക്കളെല്ലാവരെയും മുസ്ലിമാക്കി ഈ മാർഗത്തിലുണ്ടാക്കണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു കുടുംബത്തെ ഓർക്കുന്ന സന്ദർഭത്തിലാണ് ഹാജി ഇപ്പുള്ളത്. ഹാജി ആ ഒരു ഉദ്ദേശത്തിലാണ്, ആ ഒരു കാര്യങ്ങളെയൊക്കെ ഓർത്തുകൊണ്ടാണ് ഈ ഹജ്ജിന് വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹജ്ജിന്റെ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള ഒരു യാത്രയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെയൊക്കെ ഇത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയത്തെ ഓർത്തുകൊണ്ടും സ്മരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഹാജി, ആ യാത്ര എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു യാത്രയല്ല. പലർക്കും ഹജ്ജ് ചെയ്യണം എന്ന് പല സന്ദർഭത്തിലും ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അതേ ആള് തന്നെ ഇതുവരെ മാനസികമായിട്ട് ഒരു ഒരുങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഈ അടുത്ത് കണ്ട ഒരു സുഹൃത്ത് പറയാണ്, ഞാന് 10 വർഷത്തോളം സൗദിയിലുണ്ട്, ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹജ്ജ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഹജ്ജിന് കിട്ടിയ ആളുകൾ ഈ കുടുംബത്തെ ഓർത്ത് മുന്നോട്ട് പോകുകയും ആ കുടുംബത്തിന്റെ ചരിത്രം അയവിറക്കുകയും അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗോജ്ജലമായ ജീവിതം നടന്ന ആ പ്രദേശങ്ങളെ കാണുകയും അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാകർമ്മം നിർവഹിക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഹാജി ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് കൊണ്ട് മാത്രമാണ് ഇതിന് നമുക്ക് സെലക്ഷൻ കിട്ടിയത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ആഗ്രഹിച്ചാലും കിട്ടാത്ത ഒരു സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹജ്ജിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ ഏറ്റവും നല്ല ഒരു യാത്രക്കുള്ള അവസരം ഹാജിക്ക് ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യാത്ര പുറപ്പെടാനുള്ളത് നമ്മുടേതായ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളാണ്. ഇപ്പോ നമ്മുടെ ഉപജീവനത്തിനായി നമ്മൾ യാത്ര ചെയ്യാറുണ്ട്, വിനോദത്തിനും ഉല്ലാസത്തിനും വേണ്ടിയുള്ള യാത്രയുണ്ട്. എന്നാൽ ഹജ്ജിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അള്ളാഹു നിശ്ചയിച്ച ഹജ്ജെന്ന നിർബന്ധ ബാധ്യത നിറവേറ്റുക എന്ന അതിമഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം ചരിത്രങ്ങളെ ഓർക്കുന്ന ഏറ്റവും നല്ല ഒരു യാത്രയാണ്. അപ്പൊ ആ യാത്ര നമുക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ഹാജിമാരും
ആ യാത്ര അയക്കുന്ന ആളുകളൊക്കെ ഓർക്കണം, ഇത് ഏറ്റവും നല്ല ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ മറ്റുള്ള യാത്രക്ക് ഒരുങ്ങുന്നത് പോലെയുള്ള ഒരുക്കമല്ല. നമ്മൾ മനസ്സും ശരീരവും സമ്പത്തും ഒക്കെ ശുദ്ധിയാക്കി പരമാവധി വൃത്തിയുള്ളവനായി നമ്മൾ യാത്ര തുടരാണ്. ആ യാത്രയിൽ നമ്മൾ കരുതുന്ന പാതയം തന്നെ നമുക്കറിയാം. തഖ്വയാണ്. ആ യാത്രയുടെ പാതയം എന്ന് പറയുന്നത് തഖ്വയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത ബോധം നോക്കിയ ആ ഹജ്ജിന്റെ യാത്രയിൽ ഉടനീളം ആ ബോധമല്ലെങ്കിൽ, തഖ്വല്ലെങ്കിൽ ആ ഹജ്ജിന്റെ യാത്രയും ഹജ്ജിലും ഒന്നും ഒരു ഈമാൻ ഉണ്ടാവില്ല, ഒരു തെളിച്ചുണ്ടാവില്ല. ഏറ്റവും വലിയ നമ്മുടെ കയ്യിന് വേണ്ടത് തഖ്വയാണ്. റബ്ബിനെ കുറിച്ചുള്ള എന്റെ റബ്ബ് എന്നെ കാണും എന്നുള്ള ബോധം, അതായത് സൂക്ഷ്മമായ തലത്തിൽ വരെ പടച്ചോനപ്പെട്ടുള്ള പേടിണ്ടാണ്. പല നിലക്കുള്ള ആളുകളും ആണും പെണ്ണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കുമുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോ നമ്മുടെ മനസ്സ് പതറിപ്പോകാതെ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള പടച്ചോനെ എവിടെയും ഒരു നിലക്കുള്ള മനസ്സിന് ഒരു നിലക്കുള്ള ഇടർച്ചയും സംഭവിക്കാതെ നല്ല ഒരു സൂക്ഷ്മതാ ബോധം ഒരാൾക്കുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഹജ്ജിന്റെ യാത്ര സഫലമാകും, ഹജ്ജ് പോലും പൂർണ്ണമാകൂ. അതുകൊണ്ട് തന്നെ ആ ഹാജി ഓർത്തിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, തന്റെ യാത്രക്ക് വേണ്ട ഒരുക്കം, ആ ഒരുക്കത്തിൽ അവൻ കരുതേണ്ടത് ഈ ഒരു തഖ്വയാണ്. അതുണ്ടോ എന്ന് ഇടക്കിടക്ക് പരിശോധിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചപ്പോ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് നിന്ന് ഹാജിമാര് പുറപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോ അള്ളാഹു തന്നെ പറഞ്ഞു, അവര് എല്ലാ സ്ഥലത്തു കൂടി നിന്നും ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്തു കൊള്ളുക. അപ്പൊ എന്ത് ചെയ്യും? വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് അവര് എല്ലാം മെലിഞ്ഞ ഒട്ടങ്ങളുടെ പുറത്ത് കയറിയും വലിയ പർവ്വത മലകൾ താണ്ടിയും അവരെന്തെയും അവർ വന്നുകൊള്ളും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുകയും ആ വിളി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുകയും ആ നടത്തിയ ആ വിളിയുടെ ഉത്തരമായിക്കൊണ്ട് ഇന്നും ഹാജിമാർ ഇങ്ങനെ പുറപ്പെടുകയാണ്. എന്തിനു വേണ്ടി? അവർക്ക് ഉപകാരം ഉണ്ടാകുന്നതിന് സാക്ഷിയാകാൻ വേണ്ടി. എന്താ അവർക്കുള്ള ഉപകാരം? എന്താ ഒരു ഹജ്ജിന് പോകുന്ന ഹാജിക്കുള്ള ഉപകാരം? എന്താ? അവൻ അവിടേക്ക് പോകുമ്പോ അവന്റെ ഈ ജീവിതത്തിന്റെ വിജയമാണ് ഈ ഹജ്ജിലൂടെ അവൻ നിർവഹിക്കാൻ പോണേ. ഏറ്റവും വലിയ ഉപകാരല്ലേ? ഒരാളുടെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുകയാണ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാണെങ്കിൽ അവർക്ക് ഉപകാരത്തിന് വേണ്ടി അവർക്ക് സാക്ഷികളാകാൻ പോവാണ്, കിട്ടും. മാത്രമല്ല ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അവന്റെ ഓർമ്മകൾ മുഴുവനും പടച്ച തമ്പുരാനെ കുറിച്ചാണ്, അള്ളാഹുവിനെ കുറിച്ചാണ്. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, അവിടെ എത്തിയാൽ പിന്നെ വേറൊന്നും ഓർമ്മയില്ല. ഹജ്ജിന്റെ ദിവസങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളെ കൊണ്ടുള്ള ധന്യമാണ്. പ്രാർത്ഥനകൾ മുഴുവനും റബ്ബിലേക്കുള്ള പ്രാർത്ഥനകളാണ്. തൽബിയത്ത് ചെത്തിക്കൊണ്ട് എല്ലാ സന്ദർഭത്തിലും തൽബിയത്ത് ഇങ്ങനെ മുഴങ്ങുകയാണ്. നമ്മുടെ അതരങ്ങളിലൂടെ തൽബിയത്ത് ഇങ്ങനെ വരികയാണ്. വയദ്കുറസ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖനാഹും മിൻ ബഹീമത്തിൽ അൻആമി കുലു മിൻഹാ വതഇമു അൽ ബാഇസ് വൽ ഫഖീർ. അതുപോലെ അവരെന്ത് ചെയ്യുന്നു? അവര് നാൽക്കാലികളിൽ നിന്ന് അറവ് നടത്തി പാവങ്ങളായ ആളുകൾക്ക് അത് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരം ഉപകാരങ്ങൾ മുഴുവനും ഒരു ഹാജിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദിവസം. എന്നിട്ടോ പിന്നെ അവർ പുറപ്പെടുന്നു. പിന്നെ അവര് തങ്ങളുടെ അഴുക്കുകളെ മുഴുവൻ നീക്കിക്കളയുകയും തങ്ങളുടെ നേർച്ചകൾ മുഴുവൻ നിറവേറ്റുകയും ആ ഭവനത്തിന്റെ പ്രദക്ഷിണം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ആ ഹാജിമാർ ഈ വിളിക്ക് ഉത്തരം നൽകി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചപ്പം ആ വിളിക്ക് ഉത്തരം നൽകി വരുന്ന ഹാജിക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് വിശുദ്ധ ഖുർആൻ പിന്നീട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാജിമാർക്ക് ഈ നിയ്യത്ത് ശരിയാണെങ്കിൽ, അവരുടെ നിയ്യത്ത് നിഷ്കളങ്കമാണെങ്കിൽ, അവർ കരുതിയ പാതയം തഖ്വയോടുകൂടിയുള്ള പാതയമാണ് അവർക്കുള്ളതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ ലഭിക്കുന്ന ആളുകളിൽ, അത്തരം ആളുകളിൽ ഇവിടുന്ന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും ആ ഒരു അവസ്ഥ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്നപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഉദ്ദേശിച്ച ആളുകൾ അവിടേക്ക് പോകുമ്പോൾ ആ ദിനങ്ങളിൽ ഹജ്ജ് നിർവഹിക്കാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ ആഘോഷിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുകളാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബലികർമ്മമാണ്. അതിന് സമയമായി ഉദ്ദേശിച്ച ആളുകളൊക്കെ അതിനു വേണ്ടിയുള്ള പണം അടക്കണം. ഉരുവിനെ വാങ്ങുകയും ചില ആളുകൾ മാസങ്ങൾക്ക് മുമ്പേ വാങ്ങി, ചെറുത് വാങ്ങി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ആ വളർത്തി ഇഷ്ടപ്പെട്ടത് ആകുന്ന സന്ദർഭത്തില് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഫസല്ലി റബ്ബിക വൻഹർ. നിന്റെ നമുക്ക് നൽകിയിട്ടിരിക്കുന്ന ഈ നിഅമത്തുകളെ ഒക്കെ ഓർത്തുകൊണ്ട്, ധാരാളം നിഅമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകൾ കിട്ടിയ നമ്മൾ ചെയ്യേണ്ടതാണ് ഫസല്ലി റബ്ബിക വൻഹർ. നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കാം. എന്തിന്? ഇത് തന്നതുകൊണ്ട്. ഈ ഇതൊക്കെ വാങ്ങാനുള്ള കഴിവും ശേഷിയും ഒക്കെ തന്നത് റബ്ബാണ്. ആ റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി അറുക്കുകയും നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. അത് തഖ്വയുടെ ഒരു ലക്ഷണമാണ്. അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് അത് തഖ്വയുടെ ലക്ഷണമാണ്. ഹൃദയത്തിൽ സൂക്ഷ്മതാ ബോധമുള്ള ഹാജി കരുതിയ അതേ പാതയം മനസ്സിൽ കരുതിയിട്ടുള്ള മനുഷ്യര് അള്ളാഹുവിന്റെ ഈ ശിആറുകളെ ഒക്കെ ബഹുമാനിക്കും. അതുകൊണ്ട് തന്നെ അവനിപ്പം തന്നെ ഒരുങ്ങിണ്ടാവും, അവനെപ്പോഴോ ഒരുങ്ങിണ്ടാവും. അതിനു വേണ്ടിയുള്ള പണം ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. പള്ളി കമ്മിറ്റിയോ അല്ല ആരാണോ അത് നടത്തുന്നത് അവർക്ക് വേണ്ടി അവൻ കൊടുക്കുന്ന സമയത്ത് നിഷ്കളങ്കമായ നീയത്താണ്. കുറച്ചാണ് ഈ വർഷത്തെ ഞാൻ ഓരിക്ക് കൂടുമ്പോ ഞാൻ കൂടിയില്ലെങ്കിൽ എന്താ സ്ഥിതി നാട്ടിലുള്ള ആളുകളൊക്കെ അറിയല്ലോ, അതുകൊണ്ടൊരു ഓരിക്ക് കൂടാ അല്ല. ഈ മനുഷ്യൻ അങ്ങനെയല്ല. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് അത് പെരുന്നാൾ കഴിഞ്ഞ് തുടങ്ങി അടുത്ത വലിയ പെരുന്നാളിന് വേണ്ടി ഒരു ബലിയിറക്കണം, എന്നിട്ട് പണം സ്വരൂപിച്ചു വെച്ച് ആ പണത്ത് ശുദ്ധമായ പണമെടുത്ത് നിഷ്കളങ്കമായി അതിന്റെ വിളി കേൾക്കുമ്പോ, അതിന്റെ അനൗൺസ്മെന്റ് കേൾക്കുമ്പോ ആ ഏൽപ്പിക്കണ കമ്മിറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെന്തുകൊണ്ടാ? തഖ്വയുടെ ലക്ഷണമാണ്. അത് ആ ഒരു സൂക്ഷ്മതാ ബോധത്തെയാണ് അള്ളാഹു പരീക്ഷിച്ച് അള്ളാഹു നോക്കുന്നതും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കർമ്മത്തെ ആ കർമ്മത്തിന്റെ എന്തെങ്കിലും നോക്കിയിട്ടല്ല, മറിച്ച് നമ്മൾ ആ സന്ദർഭത്തിൽ നമുക്കിഷ്ടപ്പെട്ട സന്ദർഭത്തിൽ പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതികളാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അറക്കുന്ന ആ ബലിമൃഗത്തിന്റെ മാംസത്തിലേക്കോ ഇറച്ചിയിലേക്കോ ഒന്നല്ല അള്ളാഹുവിന്റെ നോട്ടം, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ ആ ശുദ്ധമായ ഹൃദയവുമായി ഇരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. എന്നാലും ചില ആളുകൾ അശ്രദ്ധ മൂലം അതൊക്കെ മറന്നുപോയ ആളുകൾ ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബലികർമ്മത്തിന് നമുക്ക് അവസരം കിട്ടിയാൽ നമ്മൾ അത് ഒഴിവാക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കർമ്മമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ പ്രഖ്യാപിക്കുന്നതാണ്, കുൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും മരണവും ഒക്കെ പടച്ച തമ്പുരാനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അയാൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ആരെങ്കിലും അലസമായി ഉണ്ടായിട്ടും സഹോദരങ്ങളെ പിന്നെ ചെയ്യാം എന്ന്
പ്രയോറിറ്റി മാറ്റിവെക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ മാറ്റിവെക്കരുത്. കിട്ടിയ ചാൻസ് ആണ് ചെയ്യുക. അതുപോലെ തന്നെ ഹജ്ജിന് ഉദ്ദേശിച്ച സന്ദർഭത്തിൽ ചില ആളുകൾ പറഞ്ഞതാ, ഹജ്ജ് ചെയ്യണം എന്ന താല്പര്യമുണ്ട്, പക്ഷെ എന്താണ് അതിനു വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങുന്നില്ല. പണവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടാ? ഒന്ന് മാനസികമായി ഒരുങ്ങാത്തതുകൊണ്ട്. അതുപോലെ ഈ ഉദ്ഹിയത്തിന് നമുക്കെല്ലാവർക്കും നിർവഹിക്കാൻ പറ്റിയ സംഗതിയാണ്. ഹജ്ജ് വെക്കുമ്പോ വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഉണ്ടാവൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളും അതിനു വേണ്ടിയുള്ള സന്നദ്ധത ഉണ്ട്. നമ്മളൊന്ന് അറിയിച്ചാൽ ആ കാര്യം നിർവഹിക്കാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നോർത്തുകൊണ്ട് ഈ പരിശുദ്ധ കർമ്മങ്ങളിലൊക്കെ നമ്മളൊക്കെ ഏർപ്പെടുക. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നന്ദിയാണ്. നമുക്ക് കിട്ടിയ നിഅമത്തുകൾക്ക് പടച്ച കാണിക്കുന്ന ഒരു നിഅമത്ത്. നമ്മളാരും ഈ പണവും ഈ സംഗതിയൊന്നും കൊണ്ട് കൊണ്ടുപോകുന്നില്ല. മറിച്ച് നമ്മൾക്ക് കിട്ടുന്ന എന്താ? ആ പണം ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മയ്യത്ത് കബറിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാകും. അതോർത്തുകൊണ്ട് എനിക്ക് വേണ്ടി, എന്റെ നാളത്തെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി, എന്റെ കബറിലെ സന്തോഷത്തിന് വേണ്ടി, എന്റെ കബറിന്റെ ആ പ്രകാശപൂരിതമാകുന്ന കബറായിത്തീരുന്നതിന് വേണ്ടി, അവിടെ അങ്ങോട്ടുള്ള യാത്രയിൽ എനിക്ക് തുണയാകാൻ വേണ്ടി ഇതേ ഉപകരിക്കും എന്ന ബോധ്യത്തിൽ നിഷ്കളങ്ക മനസ്സോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന തരത്തിലുള്ള മാനസികമായ സന്നദ്ധത ഞങ്ങൾക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക്, ഞങ്ങളെ വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ എല്ലാത്തിലും നീ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യത്തെ എല്ലാ തര പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.